വെൽക്കം ബാക്ക് ടു പ്രൈം ഡയറക്ഷൻ. റീസണിങ്ങിലെ ഇനീക്വാളിറ്റിയിലെ രണ്ടാമത്തെ വീഡിയോ ആണ്. എന്താണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഇൻട്രൊഡക്ഷൻ സെക്ഷൻ എന്നുള്ള രീതിയിൽ കുറേ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ എല്ലാവരും കണ്ടതിന് ശേഷം ഈ വീഡിയോയിലേക്ക് കടക്കുക. നമ്മളെന്താണ് ഈ വീഡിയോയിൽ ബേസിക് ക്വസ്റ്റ്യൻസ് ആണ് നോക്കാൻ പോകുന്നത്. ചില പ്രിലിംസിൽ മാത്രമേ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവാറുള്ളൂ. എന്താണ് എക്സാം ലെവലായിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യും. എന്നാലും എന്താണ് ഇത് കണ്ടതിന് ശേഷം ആ വീഡിയോ കാണാൻ ശ്രമിക്കുക. അപ്പോൾ എന്താണ് ആദ്യം ഇൻട്രൊഡക്ഷൻ സെക്ഷൻ കാണണം, എന്നിട്ട് ഈ ബേസിക് ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യണം, എന്നിട്ട് അടുത്ത വീഡിയോ കാണാൻ ശ്രമിക്കുക. അപ്പോൾ എന്താണ് വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ എങ്ങനെയാണ് ദ പി ലെസ് ദാൻ എസ് ലെസ് ദാൻ ആർ ലെസ് ദാൻ ടി ഇവിടെ ഗ്രേറ്റർ ദാൻ ക്യൂ. ഇപ്പോൾ സപ്പോസ് ആറും ക്യൂവും തമ്മിലുള്ളൊരു ഒരു റിലേഷൻ ചോദിക്കുകയാണെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് പറഞ്ഞുകൂടെ, ഓപ്പോസിറ്റ് സൈനുകൾ വന്നിട്ടുണ്ട്, അങ്ങനെയാണോ നോ റിലേഷൻ എന്ന് പറയാൻ പറ്റുമല്ലോ. അപ്പോൾ അത് നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് കടക്കുമ്പോൾ നോക്കാം. ക്വസ്റ്റ്യൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് കൺക്ലൂഷൻ ഈസ് ഇൻകറക്റ്റ് ബേസ്ഡ് ഓൺ ദ ഗിവൺ സ്റ്റേറ്റ്മെൻറ്റ്. ഏതാ കാണണ്ടേ? നമുക്കിതിൽ ഏതാണ് റോങ് ആയിട്ടുള്ളതെന്നല്ലേ കാണണ്ടേ? ഇൻകറക്റ്റ് ഏതാണെന്നുള്ളതാണ് കാണണ്ടേ. അപ്പോൾ നോക്കുകയാണെങ്കിൽ ആദ്യത്തെ ഓപ്ഷൻ പി ലെസ് ദാൻ ആർ എന്നുള്ളതാണ്. അപ്പോൾ പിയും ആറും തമ്മിലുള്ള റിലേഷൻ ഇതിൽ നിന്ന് നമ്മൾ കണ്ടുപിടിക്കണം. അതിൽ നിന്ന് കണ്ടുപിടിച്ചിട്ട് ഇത് ഫോളോ ചെയ്യുന്നുണ്ടോ നോക്കണം. ഇനിയിപ്പോൾ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ ആൻസർ ആയിട്ട് വരുമോ? ഇല്ല. എന്തുകൊണ്ടാണ്? ഫോളോ ചെയ്യുന്നില്ല എന്നാണെങ്കിലാണ് ഇതിൻ്റെ ആൻസർ ആയിട്ട് വരിക. ബിക്കോസ് ഇൻകറക്റ്റ് ഏതാണെന്നാണ് ചോദിച്ചത്. അപ്പോൾ ആദ്യം പിയും ആറും തമ്മിലുള്ള റിലേഷൻ നോക്കുക. ഇതിൽ ഏതാണ് പിയും ആറും മാർക്ക് ചെയ്യുക. പിയും ആറും അപ്പോൾ ലെസ് ദാനും ലെസ് ദാനും ആണ്. ലെസ് ദാനും ആണെങ്കിൽ ഏതാ വരിക? പി ലെസ് ദാൻ ആറ് എന്നല്ല വരിക. പി ലെസ് ദാൻ ആറ് എന്നാണ് വരിക. രണ്ട് ഈക്വൽ സൈൻ ആണെങ്കിൽ അതേ സൈനാണ് ഫോളോ ചെയ്യുന്നത്. നമ്മൾ ഇൻട്രൊഡക്ഷൻ സെക്ഷനിൽ പറഞ്ഞിട്ടുണ്ട്. ആ വീഡിയോ ആരെങ്കിലും കാണാത്തുണ്ടെങ്കിൽ പോയി കാണുക ആദ്യം, എന്നിട്ട് ശേഷം ഈ വീഡിയോയിലേക്ക് കിടക്കുക. വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പി ലെസ് ദാൻ ആറാണ് ഇതിൽ നമ്മൾക്കുള്ള റിലേഷൻ കിട്ടിയത്. അപ്പോൾ ആദ്യത്തെ നോക്കുമ്പോൾ പി ലെസ് ദാൻ ആറാണ്. അപ്പോൾ ട്രൂ ആണ്. ഇനിയിപ്പോൾ നോക്ക്, അടുത്ത എസ് ലെസ് ദാൻ ടി എന്നാണുള്ളത്. അപ്പോൾ എസ് ലെസ് ദാൻ ടി എന്നുള്ളത് എങ്ങനെയാണ് നോക്കുക? എസ് ഉണ്ട്, ടി ഉണ്ട്, അപ്പോഴും ലെസ് ദാൻ അല്ലേ. അപ്പോൾ എസ് ലെസ് ദാൻ ടി നമുക്ക് ലെസ് ദാൻ വന്നിട്ടുണ്ടെങ്കിൽ എസ് ലെസ് ദാൻ ടി എന്തായിരിക്കും? അതായിരിക്കും നമുക്ക് കിട്ടുന്ന റിലേഷൻ. അപ്പോൾ ഇത് നോക്കുകയാണെങ്കിൽ എസ് ലെസ് ദാൻ ടി എന്നുള്ളത് ട്രൂ ആണ്. റെഡിയാണോ? രണ്ടെണ്ണം നമ്മൾ നോക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്ത മൂന്നാമത്താണ് ആർ ലെസ് ദാൻ ക്യൂ എന്നുള്ളതാണ്. ഓക്കെ, ആറും ക്യൂവും തമ്മിലുള്ള റിലേഷൻ. ആറ് ഇവിടെതാ, ക്യൂ ഇവിടെതാ. ഞാൻ നേരത്തെ ഈ ക്വസ്റ്റ്യൻ്റെ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞിട്ടുണ്ട്. ഇതാ ഓപ്പോസിറ്റ് സൈനുകൾ വന്നിട്ടുണ്ട്, നോ റിലേഷൻ ആണ്. നോ റിലേഷൻ ആണെങ്കിൽ ഇത് നമുക്ക് ട്രൂ ആണെന്ന് പറയാൻ പറ്റുമോ? ഇല്ല. എന്തുകൊണ്ടാണ്? നോ റിലേഷൻ ആണെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ട് ട്രൂ ആകാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ ഇത് ട്രൂ അല്ല. അടുത്തത് അപ്പോൾ നമുക്ക് ഇതിൽ ഇൻകറക്റ്റ് ഏതാണെന്ന് നമുക്ക് സിമ്പിളായിട്ട് കിട്ടിയിട്ടുണ്ട്. സി ആണെന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അടുത്ത് നോക്കേണ്ട ആവശ്യമില്ലല്ലോ എന്നല്ല. അടുത്തേം കൂടി നോക്കാം. നമുക്ക് ഒന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ട് അടുത്തേം കൂടി നോക്കാം. അപ്പോൾ പി ലെസ് ദാൻ ടി എന്നാണുള്ളത്. അപ്പോൾ പിയും ടിയും തമ്മിലുള്ള റിലേഷൻ എങ്ങനെയാണ് കാണുക? ഓക്കെ, ഇവിടെ പി ഉണ്ട്, ഇവിടെ ടി ഉണ്ട്. അപ്പോൾ നേരത്തെ 3 നമുക്ക് എലമെൻറ്റ്സ് ഉള്ളത്. അതുകൊണ്ട് ഇത് 4 ഉണ്ട്. കൺഫ്യൂഷൻ ആവേണ്ട ആവശ്യമില്ല. നമുക്ക് ഇടയിലുള്ള സൈന് മാത്രം നോക്കിയാൽ മതി. എലമെൻറ്റ്സ് ഏതാണെന്ന് നോക്കേണ്ട ആവശ്യമില്ല. ഇവിടെ നോക്ക്, ലെസ് ദാൻ ലെസ് ദാൻ ലെസ് ദാൻ 3 ലെസ് ദാൻ ആണ് വന്നത്. അങ്ങനെയാണെങ്കിൽ പി ലെസ് ദാൻ ടി എന്നായിരിക്കും ഉണ്ടാകുക. 3 ഒരേ സ്റ്റേറ്റ്മെൻ്റ് ആണ്. അപ്പോൾ പി ലെസ് ദാൻ ടി. അപ്പോൾ പി ലെസ് ദാൻ ടി എന്നല്ലേ നമുക്ക് കൺക്ലൂഷൻ തന്നിട്ടുള്ളത്. അപ്പോൾ ഇത് ട്രൂ ആണ്. അപ്പോൾ ഇതിൽ ഏതാണ് നമുക്ക് ആൻസർ കിട്ടണ്ടേ? ഇൻകറക്റ്റ് എന്നാണ്. അപ്പോൾ ഇതിൽ ഏതാണ് ഇൻകറക്റ്റ് ആയിട്ടുള്ളത്? സി എന്നുള്ള ഇൻകറക്റ്റ് ആയിട്ടുള്ളത്. അപ്പോൾ ആൻസർ ഏതാണ് വരിക? ഓപ്ഷൻ സി എന്നുള്ളതാണ് ആൻസർ ആയിട്ട് വരിക. റെഡി? അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. സിമ്പിളാണെന്ന് വിചാരിച്ച് സ്കിപ്പ് ചെയ്ത് പോകേണ്ട ആവശ്യമില്ല. ചിലപ്പോൾ RRB ക്ലർക്കിൻ്റെ പ്രിലിംസിലൊക്കെ ചോദിക്കുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. നോക്കുകയാണ് സ്റ്റേറ്റ്മെൻറ്റ് പി ലെസ് ദാൻ എസ്, പി ലെസ് ദാൻ ആർ, ആർ ലെസ് ദാൻ ടി, ടി ഗ്രേറ്റർ ദാൻ ക്യൂ. നേരത്തെ അതായത് സ്റ്റേറ്റ്മെൻ്റ് ആണ്. പക്ഷേ ക്വസ്റ്റ്യൻ മാറ്റേണ്ടത്. വിച്ച് സൈൻ ഷുഡ് ബി ഫിൽഡ് ഇൻ ദ ബ്ലാങ്ക് ഫോർ ദ കൺക്ലൂഷൻ ഗിവൺ ബിലോ. പിയും ടിയും തമ്മിലുള്ള റിലേഷൻ എങ്ങനെയാണെന്നാണ് നമുക്ക് കാണേണ്ടത്. നോക്ക്, ഇവിടെ പി ഉണ്ട്, ഇവിടെ ടി ഉണ്ട്. അതിൻ്റെ ഇടയിൽ ലെസ് ദാൻ ലെസ് ദാൻ ലെസ് ദാൻ. അപ്പോൾ സെയിം സൈൻ ആണെങ്കിൽ പി ലെസ് ദാൻ ആ സൈൻ തന്നെയാണ് കൺക്ലൂഷനിൽ വരിക. പി ലെസ് ദാൻ ടി ആയിരിക്കും. അപ്പോൾ ഇതിൽ ഏതാണ്? ഇവിടെ ലെസ് ദാൻ ആണ് വരേണ്ടത്. അപ്പോൾ ഓപ്ഷൻ ഏതാണ്? ബി അല്ലേ? റെഡി? നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ ഇതേ സംഭവം ഡിസ്കസ് ചെയ്താണ്. കൺഫ്യൂഷൻ ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. ആൻസർ ഏതാണ്? ബി എന്നാണ് വരിക. അപ്പോൾ രണ്ടാമത്തെ ആൻസർ എന്തായി? ബി എന്ന ആൻസർ കിട്ടിയിട്ടുണ്ട്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് എക്സ്പ്രഷൻ ഈസ് ട്രൂ ഇഫ് ദ എക്സ്പ്രഷൻ ഈ എക്സ്പ്രഷൻ ഡെഫിനറ്റ്ലി ട്രൂ എന്ന്. ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് തന്നിട്ടുണ്ട്. ഇതിൽ ട്രൂ ആയത് ഏതാണ് കണ്ടുപിടിക്കാൻ വേണ്ടത്. അപ്പോൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഞാൻ ഇതൊന്ന് ഇങ്ങോട്ട് താഴോട്ട് എഴുതിയെടുക്കുക. അല്ല വേണ്ട, അതിൽ നിന്ന് നോക്കിയാൽ മതി. എം ഗ്രേറ്റർ ദാൻ പി എന്നുള്ളതാണ് ആദ്യത്തത്. അപ്പോൾ എമ്മും പിയും നമ്മൾ അടയാളപ്പെടുത്തണം. നോക്ക്, പി എവിടെയാണുള്ളത്?
എം ഇവിടെയാണുള്ളത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഏതൊക്കെയാണ് സൈനുള്ളത് നോക്കണം. നോക്ക്, ഇവിടെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു, ലെസ് ദാൻ ഓർ ഈക്വൽ ടു, ഗ്രേറ്റർ ഓർ ഈക്വൽ ടു. അപ്പോൾ അതാ എന്തായി, ഓപ്പോസിറ്റ് സൈന് വന്നില്ലേ. അപ്പോൾ എന്താണെന്ന് നമുക്ക് സിമ്പിളായിട്ട് കിട്ടിയില്ലേ, എന്താണ് നോ റിലേഷൻ. അപ്പോൾ എന്താണ് എമ്മും പിയും തമ്മിൽ എന്താണ് നോ റിലേഷൻ. അപ്പോൾ ആദ്യത്തെ എന്താണ് ഫാൾസ് ആണ്. എമ്മും പിയും നോ റിലേഷൻ എന്നാണ് എന്തുകൊണ്ടാണ് പറഞ്ഞത്, ഓപ്പോസിറ്റ് സൈൻ അതിൻ്റെ ഇടയിൽ വന്നതിന് കൊണ്ട്. അപ്പോൾ എമ്മും പിന്നെ പറഞ്ഞിട്ടുണ്ട്, ഓപ്ഷൻ എ എന്താണ് ഫാൾസ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി അടുത്തത് എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു പി എന്നാണ്. അപ്പോൾ എ എവിടെയാണുള്ളത്, പി ഇവിടെയാണുള്ളത്. അപ്പോൾ എം ഇതിൻ്റെ എവിടെ ആയപ്പോൾ എന്താണ് നോ റിലേഷനായി. അപ്പോൾ എമ്മും കടന്നിട്ടാണ് എ ഉള്ളത്. അപ്പോൾ നോക്കേണ്ട ആവശ്യമുണ്ടോ, അതും നോ റിലേഷൻ ആയിരിക്കുന്നു, സിമ്പിളായിട്ട് എഴുതി കൂടെ. ഇനിയിപ്പോൾ മൂന്നാമത് നോക്കുകയാണെങ്കിൽ എസ് ലെസ് ദാൻ പി എന്നാണുള്ളത്. എങ്ങനെ അടയാളപ്പെടുത്തുക, നോക്ക് എസ് ഇവിടെ ഉണ്ട്, പി ഇവിടെ ഉണ്ട്. അതിൻ്റെ ഇടയിൽ ഏതൊക്കെയാണ് സൈനുള്ളത് നോക്കണം. ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഗ്രേറ്റർ ദാൻ. അപ്പോൾ എന്തായി, ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഗ്രേറ്റർ ദാൻ വന്നു, ഓപ്പോസിറ്റ് സൈൻ വന്ന്, അതും എന്തായി നോ റിലേഷൻ. അപ്പോൾ എന്തായി ആദ്യത്തെ 3 എന്താണ് നോ റിലേഷൻ എന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ എന്തായി ഓപ്ഷൻസ് ഫാൾസ് ആയി. ഇനിയിപ്പോൾ നാലാമത്തെ നോക്കുകയാണ്, എന്താണ് എ ലെസ് ദാൻ ബി എന്നാ. നോക്ക് എന് അടയാളപ്പെടുത്ത്, എ ഇതവിടെ, ബി ഇതവിടെ. അപ്പോൾ എന്തായി അതിൻ്റെ ഇടയിൽ എന്താണ് ബി ഗ്രേറ്റർ ദാൻ എസ് ഗ്രേറ്റർ ദാൻ എം ഗ്രേറ്റർ ഓർ ഈക്വൽ ടു എ. ഓക്കെ, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു. അങ്ങനെയാണെങ്കിൽ ആൻസർ ഏതായിരിക്കും വരിക, ഗ്രേറ്റർ ദാൻ എന്നല്ലേ വരിക. നോക്കണേ, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ. നോക്ക് ഈ 3 സൈനാണല്ലേ, ആദ്യത്തെ 2 മാത്രം നോക്കുക, മൂന്നാമത്തെ നോക്കണ്ട. അങ്ങനെയാണെങ്കിൽ എന്താണ് ഇത് ആദ്യത്തെ 2 നോക്കുകയാണെങ്കിൽ എന്താണെന്ന് പറഞ്ഞ് സെയിം സൈനാണ്. അപ്പോൾ എന്തായിരിക്കും ആൻസറിൽ എന്താണ് ഗ്രേറ്റർ ദാൻ ആയിരിക്കും വരിക. അപ്പോൾ എന്തായി ആദ്യത്തെ കട്ട് ചെയ്ത് വിചാരിക്കുക. ഇനിയിപ്പോൾ നോക്ക് രണ്ടാമത്തെ 2 നോക്കി, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു. അപ്പോൾ ഏതൊക്കെയാണ് സൈൻ വരിക, ഗ്രേറ്റർ ദാനുള്ള സൈനാണ് വരിക. അപ്പോൾ എന്താണ് ഗ്രേറ്റർ ദാനും ഓർ ഈക്വൽ ടു വരുമ്പോൾ എന്താണ് ആൻസറിൽ ഗ്രേറ്റർ ദാൻ ആയിരിക്കും സൈന് വരിക. അപ്പോൾ എന്താണ് റിലേഷൻ എന്താണ് ബി ഗ്രേറ്റർ ദാൻ എ എന്നാണ് റിലേഷൻ. സ്റ്റേറ്റ്മെൻറ്റ് നോക്ക്, എ ലെസ് ദാൻ ബി. എടോ ബി എന്നത് എനേക്കാൾ വലുതാണെന്നതും എ ബിനേക്കാൾ ചെറുതാണെന്ന് പറയുന്നത് സെയിം അല്ലേ. നോക്കണേ, ബി എങ്ങനെ എഴുതിയിട്ടുണ്ട്, ഏതെങ്ങനെ എഴുതിയിട്ടുണ്ട്. ഇതില്ലേ നമ്മളെ സ്റ്റേറ്റ്മെൻറ്റ്. ഇവിടെ നോക്ക് എ എന്താണ് ബിനേക്കാൾ ചെറുതാണെന്ന്. റെഡിയല്ലേ, സിമ്പിളായിട്ട് കിട്ടുമല്ലേ. അപ്പോൾ ഇതെന്താണ്, ഇതും ട്രൂ ആണ്. അപ്പോൾ ആദ്യത്തെ 3 ഫാൾസ് ആണ്, നാലാമത്തെ ട്രൂ ആണ്. അപ്പോൾ ആൻസർ എന്തായി, നമുക്ക് ഡി ആണെന്ന് എന്തായാലും ഉറപ്പായി. വിച്ച് ഓഫ് ദ ഫോളോയിങ് എക്സ്പ്രഷൻ ഈസ് ട്രൂ ഇഫ് ദ എക്സ്പ്രഷൻ, ഇങ്ങനെ ഒരു എന്താണ് സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ടുണ്ട്, അത് ട്രൂ ആണ്. അപ്പോൾ നേരത്തെ ചെയ്ത പോലെ തന്നെ എന്താണ് ഇതിൽ ഏതൊക്കെയാണ് റിലേഷൻ കണ്ടുപിടിക്കുക. ആദ്യത്തെ എന്താണ് ഓപ്ഷൻ എ, എം ലെസ് ദാൻ ആർ. എം എവിടെയാണുള്ളത്, ഇവിടെയാണുള്ളത്. ആർ ഇവിടെയാണുള്ളത്. അപ്പോൾ അത് തമ്മിലുള്ള ഏതൊക്കെയാണ് സൈനുകളിലെ ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു. ഇങ്ങനെയാണെങ്കിൽ ഏതാ സൈന് വരിക, ഗ്രേറ്റർ ഓർ ഈക്വൽ ടു ഗ്രേറ്റർ ദാനും എന്തെങ്കിലാണെങ്കിൽ ഗ്രേറ്റർ ദാൻ ആണ് വരിക. ഇനി ഗ്രേറ്റർ ദാനും ഈക്വൽ ടു ആണെങ്കിലും ഗ്രേറ്റർ ദാൻ ആണ് വരിക. അങ്ങനെയാണെങ്കിൽ എം ഗ്രേറ്റർ ദാൻ ആർ എന്ന് എനിക്ക് എഴുതാം. അപ്പോൾ നോക്ക് ഓപ്ഷൻ നോക്കുകയാണെങ്കിൽ എം ലെസ് ദാൻ ആർ എന്നാണുള്ളത്. അപ്പോൾ എന്തായി ഫാൾസ് ആയില്ലേ. കാരണം എന്താ, എം ആറിനേക്കാൾ വലുതാണെന്നാ. പക്ഷേ ഇവിടെ പറയുന്നത് എന്താ, എം ആറിനേക്കാൾ ചെറുതാണെന്ന്. അപ്പോൾ എന്താണ് ഓപ്ഷൻ എ എന്താണ് ഫാൾസ് ആണ്. അപ്പോൾ നമ്മളെന്താണ് ഓപ്ഷൻ എ എന്താണ് ഫാൾസ് ആണെന്ന് വെരിഫൈ ചെയ്തിട്ടുണ്ട്. അടുത്തത് ഡബ്ല്യു ലെസ് ദാൻ ഓർ ഈക്വൽ ടു പി എന്നാണ്. എവിടെ ഡബ്ല്യു ഇവിടെ ഉണ്ട്, പി ഇത് എവിടെയാണുള്ളത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഏതൊക്കെയാണുള്ളത് നോക്കണ്ടേ. ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഗ്രേറ്റർ ഓർ ഈക്വൽ ടു. അപ്പം തന്നെ എന്തായി ഫാൾസ് എന്ന് മനസ്സിലായി. എന്തുകൊണ്ടാണ്, ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഗ്രേറ്റർ ഓർ ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈനുകളല്ലേ. അപ്പോൾ നോ റിലേഷൻ ആണെന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതെന്തായി ഫാൾസ് ആയി. അടുത്തത് നോക്ക്, എസ് ലെസ് ദാൻ പി എന്നാണുള്ളത്. എസ് എവിടെ, പി എവിടെ. എസ് ഇത് എവിടെ ഉണ്ട്, പി ഇവിടെ ഉണ്ട്. ഇവിടെ നോക്കുമ്പോൾ എന്താണ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഗ്രേറ്റർ ഓർ ഈക്വൽ ടു മിഡിൽ എന്താണ് ഓപ്പോസിറ്റ് സൈനുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ എന്തായി ഫാൾസ് ആയി. അപ്പോൾ ഇതെന്താണ് മൂന്നാമത്തതും ഫാൾസ് ആയി. ആദ്യത്തേതിൽ നമ്മൾ ഒരു റിലേഷൻ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ ഇതിൽ രണ്ടിലും എന്താണ് നോ റിലേഷനാണ് കിട്ടിയത് നമുക്ക്. നോക്കണേ, ആദ്യത്തിൽ ഒരു റിലേഷൻ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു, അതിൻ്റെ ഓപ്പോസിറ്റാണ് നമുക്ക് ഓപ്ഷനിൽ വന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഫാൾസ് എന്ന് പറഞ്ഞത്. പക്ഷേ പിന്നത്തെ 2 എന്താണ് നോ റിലേഷനാണ് കിട്ടിയത്. ഇനി അടുത്ത 2 കൂടി നോക്കാം. ഡബ്ല്യു ഗ്രേറ്റർ ദാൻ ക്യൂ എന്നാണ്. ഡബ്ല്യു ഇവിടെ ഉണ്ട്, ക്യൂ ഇവിടെ ഉണ്ട്. ഡബ്ല്യു ഗ്രേറ്റർ ദാൻ ക്യൂ. നോക്കണേ, ഇവിടെ എന്താണ് ക്യൂവിൻ്റെ ഡബ്ല്യുവിൻ്റെ ഇടയിൽ ഏതൊക്കെയാണ് സൈനുകളിലെ, ഗ്രേറ്റർ ഓർ ഈക്വൽ ടു ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു. ഇങ്ങനെയാണെങ്കിൽ ഏതൊക്കെ ഫൈനലായിട്ട് വരിക, ഗ്രേറ്റർ ദാൻ അല്ലേ വരിക. എന്തുകൊണ്ടാണ്, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഗ്രേറ്റർ ദാനും വന്നിട്ടുണ്ടെങ്കിൽ ഏതാണെന്ന് പറഞ്ഞാൽ ഗ്രേറ്റർ ദാൻ ആയിരിക്കും വരിക. അതുകൊണ്ട് എന്താണ് ഫൈനൽ റിസൾട്ട് ക്യൂ ഗ്രേറ്റർ ദാൻ ഡബ്ല്യു എന്നായിരിക്കും വരിക. ഇവിടെ നോക്ക്, ഡബ്ല്യു ഗ്രേറ്റർ ദാൻ ക്യൂ എന്നാണുള്ളത്. എന്തായി ഫാൾസ് അല്ലേ. എന്താ ഇവിടെ ക്യൂ ഇത്ര ഉണ്ട്, ഡബ്ല്യു ഇത്ര ഉണ്ട് എന്ന് പറഞ്ഞത്. പക്ഷെ അവിടെ എന്താ പറയുന്നത്, ഡബ്ല്യു അതിനേക്കാൾ വലുതാണ്, ക്യൂവിനേക്കാൾ വലുതാണെന്ന് പറഞ്ഞത്. അപ്പോൾ എന്തായി ഇതും ഫാൾസായി. അപ്പോൾ നമ്മൾ ഏതൊക്കെയാണ് സ്റ്റേറ്റ്മെൻറ്റിൽ നമുക്ക് റിലേഷൻ കിട്ടിയതൊക്കെയാണ്, 1ഉം
4 റിലേഷൻ കിട്ടിയിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ റിലേഷൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള എന്താണ് ഓപ്ഷൻസിൽ തന്നിട്ടുള്ളത്. മറ്റേ 2, 3 എന്താണ് നമുക്ക് റിലേഷൻ കിട്ടിയിട്ടില്ല, അതുകൊണ്ടാണ് ഫാൾസ് ആയത്. ഇനി ഞാൻ അഞ്ചാമത്തത് നോക്കാം. അഞ്ചാമത് നോക്കുകയാണെങ്കിൽ ടി ലെസ് ദാൻ ഓർ ഈക്വൽ ടു എം എന്നാ. എവിടെ ടി എവിടെയാണുള്ളത്, എം ഇത് എവിടെയാണുള്ളത്? ഇതിൽ റിലേഷൻ പറയാൻ പറ്റുമോ? നമുക്ക് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഗ്രേറ്റർ ഓർ ഈക്വൽ ടു എന്നാണല്ലേ. അപ്പോൾ ഓപ്പോസിറ്റ് സൈനില്ലേ, അതും എന്തായി ഫാൾസ് ആയില്ലേ. അപ്പോൾ എന്തായി നോ റിലേഷൻ എന്നാണല്ലേ. അപ്പോൾ അതും എന്തായി നമുക്ക് ഫാൾസ് എന്നാണ് കിട്ടിയത്. നമ്മൾ പറഞ്ഞതിൽ ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റിൽ ഒരു മിസ്റ്റേക്ക് ഉണ്ട്. അപ്പോൾ അത് എവിടെയാണെന്ന് നോക്കാം. അതിന് മുന്നേ എന്തായി ലാസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്താണ് ഫാൾസ് എന്നാണ് കിട്ടിയത്. അപ്പോൾ നോക്കണേ, ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് ഒന്നും കൂടി നോക്കാം. ഓപ്ഷൻ എ എന്നുള്ളത് ഒന്നും കൂടി നോക്കാം. നോക്കണേ, ആറും എമ്മും ഉണ്ട്. ഇവിടെ ഉണ്ട് 6, ഇവിടെ ഉണ്ട് എം, ഇവിടെ ഒരു 6 ഉണ്ട്. അത് നമ്മൾ നോക്കിയിട്ടില്ല. അപ്പോൾ ഇത് രണ്ടും കൂടി നോക്കുകയാണെങ്കിൽ എന്താണ് 6 ഗ്രേറ്റർ ഓർ ഈക്വൽ ടു ഗ്രേറ്റർ ദാൻ എം എന്നാണുള്ളത്. ഇവിടെ നോക്കുകയാണെങ്കിൽ എന്താണ് ഇത് രണ്ടും കൂടി നോക്കുകയാണെങ്കിൽ എം ഗ്രേറ്റർ ഓർ ഈക്വൽ ടു ഗ്രേറ്റർ ദാൻ 6 എന്നാണുള്ളത്. നോക്കുകയാണെങ്കിൽ ഇതെന്തായി 6 ഗ്രേറ്റർ ദാൻ എം എന്നുമായി. ഇവിടെ എന്തായി എം ഗ്രേറ്റർ ദാൻ 6 എന്നുമായി. അപ്പോൾ രണ്ടും തന്നിട്ടുണ്ട്. അപ്പോൾ എന്താണ് ഇതിലത്തെ എന്താണ് ഓപ്ഷൻ എം ലെസ് ദാൻ 6 തന്നിട്ടുണ്ട്. എന്താണ് ക്വസ്റ്റ്യനിലത്തെ ഒരു മിസ്റ്റേക്കാണ്. എന്നാലും എന്താണ് നമുക്ക് ബാക്കിയുള്ള ഓപ്ഷൻസ് എങ്ങനെയാണ് ഫാൾസ് എന്ന് നമ്മൾ വെരിഫൈ ചെയ്തിട്ടുണ്ട്. ക്വസ്റ്റ്യൻ മിസ്റ്റേക്കാണ്. എന്തായാലും ആൻസർ എന്തായിരിക്കും? സാധാരണ ഇവിടെയാണ് വരേണ്ടത്, ഇവിടെ എന്തോ ഒരു മിസ്റ്റേക്ക് പറ്റിയതാണ്. അപ്പോൾ ആൻസർ ചിലപ്പോൾ എന്തായിരിക്കും എ ആവാനാണ് ചാൻസ്. പക്ഷേ എന്താണ് ക്വസ്റ്റ്യനിൽ എന്താണ് മിസ്റ്റേക്കാണെന്ന് നമുക്ക് എന്താണ് അനുമാനിക്കാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. നേരത്തേക്ക് എന്താണ് ഒരു സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ട് അതിൽ നിന്ന് കൺക്ലൂഷൻ കാണാനാണ്. ഇപ്പോൾ എന്താണ് കൺക്ലൂഷൻ തന്നിട്ട് അതിൽ സ്റ്റേറ്റ്മെൻറ്റ് ഫാൾസായി നിൽക്കുന്നത് ഏതാണെന്ന്. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റിൽ പെടാത്തത് ഫാൾസ് ഏതാണെന്നാണ് നമ്മൾ കാണേണ്ടത്. ഫാൾസ്. അപ്പോൾ എന്താണ് കൺക്ലൂഷൻ എന്താണ് യു ഗ്രേറ്റർ ദാൻ ഡബ്ല്യു എന്നാണ്. അപ്പോൾ ഓരോന്നെടുത്ത് നോക്ക് യു ഇവിടെ ഉണ്ട്, ഡബ്ല്യു ഇവിടെ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ തമ്മിലുള്ള റിലേഷൻ എങ്ങനെയാണ് കാണുക? ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഗ്രേറ്റർ ഓർ ഈക്വൽ ടു ഗ്രേറ്റർ ദാൻ. നോക്കണേ, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഗ്രേറ്റർ ദാൻ. ഇങ്ങനെയാണെങ്കിൽ ഏതായിരിക്കും ഫൈനലായിട്ടുള്ള ഒരു സൈന് വരിക? ഗ്രേറ്റർ ദാൻ ആയിരിക്കും. അപ്പോൾ എന്തായി യു ഗ്രേറ്റർ ദാൻ ഡബ്ല്യു എന്നായി. അതിനല്ലേ നമ്മളെ ഇതും, അതിലല്ലേ നമ്മളെ കൺക്ലൂഷനും. അപ്പോൾ ആദ്യത്തെ എന്തായി, ആദ്യത്തിൽ ട്രൂ ആയിട്ടുണ്ട്. ഇനി രണ്ടാമത്തെ നോക്കാം. നമുക്ക് യു ഉണ്ട്, ഇവിടെ ഡബ്ല്യു ഉണ്ട്. അപ്പോൾ അതിനിടയിൽ ഏതൊക്കെയാണുള്ളത്? ലെസ് ദാൻ ഓർ ഈക്വൽ ടു ലെസ് ദാൻ ഓർ ഈക്വൽ ടു. അപ്പോൾ എന്തായി ഇതിൻ്റെ ഫൈനലായിട്ട് എന്തായിരിക്കും വരിക? ലെസ് ദാൻ ആയിരിക്കും. യു ലെസ് ദാൻ ഡബ്ല്യു എന്നുള്ളത്. നമുക്ക് എന്താണ് യു ഗ്രേറ്റർ ദാൻ ഡബ്ല്യു എന്നായിരിക്കുള്ളത്. അപ്പോൾ എന്തായി ഇത് ഫോളോ ചെയ്യുന്നില്ല. പക്ഷേ എന്താണ് നമുക്കെന്താണ് ഫാൾസ് ഏതാണെന്നാണ് ചോദിച്ചത്. അപ്പോൾ എന്തായി ഓപ്ഷൻ ബി ആണെന്ന് നമുക്ക് സിമ്പിളായിട്ട് കിട്ടിയിട്ടില്ലേ. ഇനി എന്താണ് അടുത്ത 3 കൂടി വെറുതെ ഒന്ന് നോക്കിക്കളയാം. എന്താണ് നമുക്ക് എന്തായാലും ആൻസർ എന്തായാലും എന്താണ് ബി ആണ് കിട്ടുന്നത് ഉറപ്പായിട്ടുണ്ട്. അടുത്ത മൂന്നാമത്തതാണ് എങ്ങനെ ചെയ്യുക? യുവും ഡബ്ല്യു ഇവിടെ ഉണ്ട്, യു ഇവിടെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഈക്വൽ ടു ലെസ് ദാൻ. അങ്ങനെയാണെങ്കിൽ ലെസ് ദാൻ ആണ് വരിക. യു അല്ല ഡബ്ല്യു ലെസ് ദാൻ യു എന്നാണ്. അത് തന്നെയാണ് യു ഗ്രേറ്റർ ദാൻ ഡബ്ല്യു ലെസ് ദാൻ യു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു ഗ്രേറ്റർ ദാൻ ഡബ്ല്യു ലെസ് ദാൻ യു ഗ്രേറ്റർ ദാൻ ഡബ്ല്യു എന്താണ് സെയിം തന്നെയാണ്. അപ്പോൾ ഇതിലും എന്താണ് ട്രൂ ആണ്. ഇനി നോക്കണേ, ഇവിടെ നോക്ക്, രണ്ട് സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. അത് കമ്പൈൻ ചെയ്തിട്ട് ഇതിൽ ഏതാണ് ട്രൂ ആണെന്നുള്ളത് നോക്കണം. ഇവിടെ എന്താണ് 2 സ്റ്റേറ്റ്മെൻറ്റ് കമ്പയർ ചെയ്തിട്ട് ട്രൂ ആണെന്ന് നോക്കണം. അതെങ്ങനെയാണ് നോക്കുക? 2 സ്റ്റേറ്റ്മെൻറ്റിനെ എങ്ങനെയാണ് കമ്പയർ ചെയ്യുക എന്നുള്ളതാണ് നോക്കാൻ പോകുന്നത്. നോക്കണേ, ഇതിൽ ഈ ഡി മാത്രമാണ് നോക്കുന്നത്. ഇതിൽ 2 കോമൺ ആയിട്ടുള്ള ഏതാ? എഫ് എന്ന് പറഞ്ഞല്ലേ. അപ്പോൾ അത് വെച്ചിട്ടാണ് നമ്മൾ കണക്ട് ചെയ്യേണ്ടത്. അപ്പോൾ ആദ്യത്തിൽ നമുക്ക് ഏതൊക്കെയാണ് കണക്ട് ചെയ്യേണ്ടത്? യുവും ഡബ്ല്യു ആണ് കണക്ട് ചെയ്യേണ്ടത്. നോക്കണേ, ഇവിടത്തേലും യു ഡബ്ല്യു ആണ് കണക്ട് ചെയ്യേണ്ടത്. ഇതിൽ 2 കോമൺ ആയിട്ടുള്ള ഏതാണ്? പി എന്നുള്ളതാണ് കോമൺ ആയിട്ടുള്ളത്. അത് വെച്ചിട്ടാണ് നമ്മൾ കണക്ട് ചെയ്യേണ്ടത്. അപ്പം 4ാമത്തെ മാത്രം നോക്കുക. ഓക്കെ, യു ഗ്രേറ്റർ ദാൻ സി ഗ്രേറ്റർ ദാൻ എഫ്. അപ്പോൾ എന്താണ് ആദ്യം കാണേണ്ടത്? ഈ കണക്ട് ചെയ്യുന്ന സാധനമില്ലേ അതും ആയിട്ടുള്ള കണക്ഷനാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റിൽ എന്താണ് യു എഫ് തമ്മിലുള്ള കണക്ഷനാണ് നമ്മൾ കാണേണ്ടത്. അപ്പോൾ നോക്ക്, യുവിൻ്റെയും എഫിൻ്റെ ഇടയിൽ എന്താണ് ഗ്രേറ്റർ ദാനും ഓർ ഈക്വൽ ടു. അങ്ങനെയാണെങ്കിൽ സൈൻ ചെയ്ത് വരിക ഗ്രേറ്റർ ദാൻ ആണ് വരിക. അപ്പോൾ എന്താണ് യു ഗ്രേറ്റർ ദാൻ എഫ് എന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി രണ്ടാമത്തതിൽ ഇതെന്താണ് നമുക്ക് കിട്ടേണ്ടതും ഈ കണക്ഷൻ വരുന്ന അതുമായിട്ട് എന്താണ് കണക്ഷൻ ഉണ്ടാക്കുക. അപ്പോൾ എന്താണ് ഡബ്ല്യു ലെസ് ദാൻ എഫ് എന്നാണുള്ളത്. അപ്പോൾ എന്തായി യു എഫിനേക്കാൾ വലുതാണ്, എഫിനേക്കാൾ ചെറുതാണ് ഡബ്ല്യു. അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ എഴുതി കൂടെ. ഓക്കെ, എഫിനേക്കാൾ ചെറുതാണ് ഡബ്ല്യു, അതിവിടെ എഴുതി. അപ്പോൾ എന്തായി ഇനി എഫിന് മൈൻഡ് ചെയ്യണ്ട. അപ്പോൾ എന്തായി യു ഗ്രേറ്റർ ദാൻ സംതിങ് ഗ്രേറ്റർ ദാൻ ഡബ്ല്യു എന്നാണുള്ളത്. അപ്പോൾ എന്തായി യു ഗ്രേറ്റർ ദാൻ ഡബ്ല്യു എന്ന് എന്തായി നമുക്ക് കിട്ടിയിട്ടില്ലേ. അപ്പോൾ എന്തായി ഇതെന്തായി ട്രൂ ആയി.
ആകെ എന്താ നമ്മൾ ചെയ്തത്, 2 സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് ഉണ്ടെങ്കിൽ എന്താണ് ഇതിനെ രണ്ടിനെയും കണക്ട് ചെയ്യുന്ന ഒരു എലമെൻ്റ് ഉണ്ട്. അപ്പോൾ എന്താണ് 2 സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ട്, രണ്ടിനെയും കണക്ട് ചെയ്യുന്ന ഒരു എലമെൻറ്റും ഉണ്ട്. നമുക്ക് 2 സ്റ്റേറ്റ്മെൻറ്റിലായിട്ട് നമുക്ക് ആവശ്യമുള്ളൊരു സാധനമുണ്ട്. അപ്പോൾ ആവശ്യമുള്ളതും ആ കണക്ട് ചെയ്യുന്നതുമായിട്ട് ഒരു റിലേഷൻ കാണുക, രണ്ടിലും കാണുക, അത് തമ്മിൽ കണക്ട് ചെയ്യുക. ആദ്യം എന്താണ് ചെയ്തത്, യുവും എഫും തമ്മിലുള്ള ഒരു കണക്ഷൻ കണ്ടിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഡബ്ല്യുവും എഫും തമ്മിലുള്ള കണക്ഷൻ തന്നിട്ടുണ്ട്, അത് തമ്മിൽ കണക്ട് ചെയ്ത്. അപ്പോൾ അതേ ആകെ നമ്മൾ ചെയ്തിട്ടുള്ളൂ. എന്താണ് 2 സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടെങ്കിൽ ഒരു കണക്ടർ എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടാവും. ആ കണക്ടറുമായിട്ട് നമ്മൾ റിലേഷൻ കണ്ടെന്നാണ് പറഞ്ഞത്. ഇപ്പോൾ രണ്ടാമത്തെ നോക്കുകയാണെങ്കിൽ, രണ്ടാമത്തല്ല 5ാമത്തെ ഓപ്ഷൻ നോക്കുകയാണെങ്കിൽ എങ്ങനെയാണ് ചെയ്യുക, ഇതിൽ കണക്ട് ചെയ്യുന്ന സാധനം ഏതാ, പി അല്ലേ, അതും തമ്മിൽ കണക്ഷൻ നോക്കുക. യുവും പിയും തമ്മിൽ കണക്ഷൻ ഉണ്ട് നോക്കുക. നോക്ക് ഇവിടെ ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു, അങ്ങനെയാണെങ്കിൽ ഏതാ സൈന് വരിക, ഗ്രേറ്റർ ദാൻ. യു ഗ്രേറ്റർ ദാൻ പി എന്നല്ല വരിക. ഓക്കെ, അപ്പോൾ ആദ്യത്തത് യുവും പിയും തമ്മിൽ കണക്ഷൻ ചെയ്തിട്ടുണ്ട്. ഇനി ഡബ്ല്യുവും പിയും തമ്മിൽ കണക്ഷൻ ചെയ്യണം. നോക്ക് ഡബ്ല്യുവിൻ്റെയും പിൻ്റെ ഇടയിൽ ഏതാ സൈനുള്ളത്, ലെസ് ദാനും ഈക്വൽ ടു, അങ്ങനെയാണെങ്കിൽ ഏതാ സൈന് വരിക, ഡബ്ല്യു ലെസ് ദാൻ പി എന്നാണ് വരിക. റെഡിയാണോ? അപ്പോൾ നോക്ക് പി എന്ന് പറഞ്ഞത് യുവിനേക്കാൾ ചെറുതാണ്, പക്ഷേ അതിനേക്കാൾ ചെറുതാണ് ഡബ്ല്യു. എങ്ങനെയാണ് ഡബ്ല്യു ഇവിടെ എഴുതുക, ഇങ്ങനെ എഴുതി കൂടെ. അപ്പോൾ എന്തായി, ഈ പീനെ മൈൻഡ് ചെയ്യാന്നുണ്ടെങ്കിൽ, പീനെ മൈൻഡ് ചെയ്തില്ലെങ്കിൽ എന്തായി, യു ഗ്രേറ്റർ ദാൻ സംതിങ്, സംതിങ് ഗ്രേറ്റർ ദാൻ ഡബ്ല്യു എന്ന്. അപ്പോൾ എന്തായി, ഫൈനൽ റിസൾട്ട് യു ഗ്രേറ്റർ ദാൻ ഡബ്ല്യു എന്നാണ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എന്താണ് ചെയ്തത്, 2 സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടെങ്കിൽ ആദ്യം കണക്ട് ചെയ്യുന്ന എലമെൻറ്റ് ഏതാണെന്ന് നോക്കണം. അപ്പോൾ അത് നോക്കി കഴിഞ്ഞിട്ടുണ്ട്. എന്നിട്ട് അതും നമുക്ക് ആവശ്യമുള്ളതുമായിട്ട് കണക്ഷൻ ഉണ്ടാക്കുക. അപ്പോൾ 2 കണക്ഷൻ കിട്ടിയിട്ടുണ്ടാവും, 2 റിലേഷൻ കിട്ടിയിട്ടുണ്ടാവും. ആ 2 റിലേഷൻ എന്താണ്, മിക്സ് ചെയ്യുക. അതെന്താ, എങ്ങനെ മിക്സ് ചെയ്യുക, അതിൽ കോമൺ ആയിട്ട് ഒരെണ്ണം ഉണ്ട്. ഇവിടെ എന്താണ് കോമൺ ആയിട്ട് പി ആണുള്ളത്, ഇവിടെ കോമൺ ആയിട്ട് എഫ് ആണുള്ളത്. അപ്പോൾ അത് 2 കൂടി മിക്സ് ചെയ്തിട്ട് ഇവിടെ യു ഗ്രേറ്റർ ദാൻ ഡബ്ല്യു നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതും എന്താണ്, ട്രൂ ആണ്. അപ്പോൾ നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചിട്ടുണ്ട് ബി ആണ് ആൻസർ വരുന്നത് കണ്ടുപിടിച്ചിട്ടുണ്ട്. കാരണം എന്താണ്, ഫാൾസ് ഏതാണെന്നാണ് ചോദിച്ചത്. അപ്പോൾ എന്താണ്, ബി ആണ് ആൻസർ കിട്ടുക. റെഡിയാണോ? അപ്പോൾ എന്താണ്, ഇനീക്വാളിറ്റിയിലെ ബേസിക് ക്വസ്റ്റ്യൻസ് നമ്മൾ 5 നോക്കിയിട്ടുണ്ട്. ഇതിൽ നമ്മൾ എന്താണ്, എങ്ങനെയാണ് കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യുക, 2 സ്റ്റേറ്റ്മെൻറ്റ് തമ്മിൽ എങ്ങനെയാണ് കണക്ഷൻ ചെയ്യുക എന്നുള്ളത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കുക. ഈ വീഡിയോ മുഴുവനായിട്ട് കണ്ടതിന് ശേഷം അടുത്ത വീഡിയോ കാണാൻ ശ്രമിക്കുക. ബൈ.